വയനാട്ടിൽ കനത്ത കാറ്റും മഴയും തുടരുകയാണ്. വയനാട് ഊട്ടി അന്തർ സംസ്ഥാന പാതയിലെ പഴൂരിൽ വൻമരം കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി ഷിബു ചേരുന്നു. ഷിബു, വേനൽ മഴ കനക്കുകയാണ് വയനാട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് ഒരു മരം വീണപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഭദ്രാം, ഇന്ന് ഉച്ച കഴിഞ്ഞാണ് വയനാട് ജില്ലയിൽ കനത്ത കാറ്റും മഴയും ഉണ്ടായത്. ഇന്നലെയും വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴ അനുഭവപ്പെടുകയും കാറ്റുണ്ടാവുകയും ചെയ്തിരുന്നു. വയനാട് മുട്ടിലിൽ ഇന്നലെ വീടിന് മുകളിലേക്ക് മരം വീണ് 2 കുട്ടികൾക്ക് ഉൾപ്പെടെ പരിക്കുണ്ടായിരുന്നു. ഇന്നും അതേ സമയത്ത് തന്നെയാണ്, ഉച്ച കഴിഞ്ഞ സമയത്താണ് കാറ്റും മഴയും ഉണ്ടായത്. ഊട്ടി വയനാട് പാതയിലാണ് മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായത്. മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത തടസ്സമുണ്ടായി. പിന്നീട് ബത്തേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. ഇപ്പോൾ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വയനാടിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മഴ തുടരുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് മഴയോട് കൂടി ഉണ്ടായ ശക്തമായ കാറ്റിൽ കാർഷിക വിളനാശം ഉണ്ടായിട്ടുണ്ട്. നേന്ത്രവാഴകൾ പല സ്ഥലത്തും കാറ്റിൽ നശിച്ചിട്ടുണ്ട്. അങ്ങനെ വയനാട് ജില്ലയുടെ പല ഭാഗത്തു നിന്നും നാശനഷ്ടത്തിന്റെ കണക്കാണ് വരുന്നത്. അതേസമയം തന്നെയാണ് ഇപ്പോൾ ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഭാഗികമായി ഊട്ടി വയനാട് ദേശീയ പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഭദ്ര, ഷിബു, അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ജില്ലയിൽ മുന്നറിയിപ്പുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു താപനില വയനാട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അടുത്ത ദിവസങ്ങളിലും വേനൽ മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിട്ടുള്ളത്. അതിനാൽ കാർഷിക വിളകൾ നശിക്കാതിരിക്കാനും മറ്റും കൃഷിക്കാർ മുൻകരുതലെടുത്തു വരുന്നുണ്ട്. പ്രകൃതിക്ഷോഭം എല്ലാ കാലത്തും വേനൽ മഴ വലിയൊരു നാശമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇത് തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിലും മറ്റും ചാഞ്ഞു നിൽക്കുന്ന അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും വൈദ്യുതി ലൈനുകൾക്ക് മുകളിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നുമുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പല വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ വകുപ്പുകൾക്ക് നൽകിയ നിർദ്ദേശം അനുസരിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ഇതിന്റെ നടപടികൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ കനത്ത കാറ്റും മഴയും ഉണ്ടായിട്ടുള്ളത്. ഭദ്ര, ശരി, വ്യക്തമാണ് ഷിബു. വയനാട്ടിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ്. വയനാട് ഊട്ടി അന്തർ സംസ്ഥാന പാതയിലെ പഴൂരിൽ വൻമരം കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. മാത്രമല്ല, ഇപ്പോൾ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട് അധികൃതർ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും ഷിബു.